നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മുടെ വാഹനം ഒരു പജീറോ സ്പോട്ടാണ്. അപ്പോൾ ഇതിന്റെ ഹെഡ്ലൈറ്റ്, ഫോഗ് ലാമ്പ്, ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ 1 by 1 ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ അകത്ത് വരുന്ന ആ മോണോബീം പ്രൊജക്ടർ, ലോ ബീമിൽ വരുന്ന മോണോബീം പ്രൊജക്ടർ അപ്ഗ്രേഡ് ചെയ്യുക. അതിന്റെ അകത്ത് ഒരു 2.5 ഇഞ്ച് മോണോബീം പ്രൊജക്ടറാണ് വരുന്നത്. അതിനെ നമ്മൾ മാറ്റിയിട്ട് അവിടെ ഒരു ഹെല്ല G5 പ്രൊജക്ടർ വെക്കുന്നു. അതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ബൾബാണെന്നുണ്ടെങ്കിൽ D2H ബൾബ്, ഡി സീരീസ് ബൾബാണ്. അതിൽ D2H ബൾബാണ് നമ്മുടെ പ്രൊജക്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിന്റെ കളർ ടെമ്പറേച്ചർ വന്നിട്ട് 4300. നമ്മളിവിടെ എല്ലാ ലൈറ്റുകളിലും 4300 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഒരു ബെറ്റർ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പിലിരിക്കുന്ന ബൾബ് മാറി അവിടെ ഹാലജൻ ബൾബാണ് വരുന്നത്. അത് മാറിയിട്ട് അവിടെ ഒരു വാം LED, അതായത് സെയിം 4300 കെൽവിൻ കളർ ടെമ്പറേച്ചർ ഉള്ള ഒരു LED അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. പ്ലസ് ഒരു ഹൈ ബീം, അതായത് ഇതിന്റെ ഹൈ ബീമിൽ വന്നിരിക്കുന്നത് ഹാലജൻ ബൾബാണ്. അതും മാറ്റി നമ്മൾ അവിടെ ഒരു LED, അതിന്റെയും കളർ ടെമ്പറേച്ചർ സെയിം തന്നെ 4300 തന്നെ. അപ്പോൾ ഈ 3 ബൾബുകളും നമ്മൾ ഒരേ കളർ ടെമ്പറേച്ചർ ഉള്ള ബൾബുകളാക്കിയിരിക്കുന്നു. ലോ ബീമിൽ SAD ആണ് കിടക്കുന്നത്, പ്രൊജക്ടറിന്റെ അകത്ത് വരുന്നത്. ഹൈ ബീമിലും അതുപോലെ തന്നെ ഫോഗ് ലാമ്പിലും LEDs ആണ്. ഈ ഫോഗ് ലാമ്പിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹെഡ്ലൈറ്റിന് ആൾട്ടർനേറ്റീവ് അല്ല. അവിടെ പലരും ഹെഡ് ലാമ്പിന് പകരം ഫോഗ് ലാമ്പ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വരാറുണ്ട്. ഞാനപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ്, നമ്മുടെ ഹെഡ്ലൈറ്റ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഹെഡ്ലൈറ്റിന്റെ ലോ ബീമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. ഹെഡ്ലൈറ്റിന്റെ ലോ ബീമാണ്. വാഹനം എപ്പോഴും ലോ ബീമിൽ തന്നെയാണ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. എതിരെ വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യേണ്ടത് ലോ ബീമിലാണ്. അത്യാവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് ഹൈ ബീം ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ലോ ബീമിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പ് നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യും. ആ ലോ ബീമിന്റെ ഒരു ലൈറ്റ് കുറഞ്ഞു വരുന്ന ഭാഗത്തേക്ക് നമ്മുടെ ഫോഗ് ലാമ്പിന്റെ ലൈറ്റ് കയറി നിൽക്കും. അതാണ് രണ്ടും കൂടെ കൂടി ഒരു മാച്ച് ആയിട്ട് വരും. അല്ലെങ്കിൽ അതിനെ സിങ്ക് ചെയ്ത് രണ്ടും കൂടെ കൂടി ഒരു ക്ലമ്പായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വണ്ടിയുടെ ചേർന്നുള്ള ഭാഗം മുതൽ ലോ ബീമിന്റെ ടോപ്പ് എൻഡ് വരെ നല്ല രീതിയിലുള്ള ലൈറ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ബീം കഴിയുമ്പോൾ ഫോഗ് ലാമ്പ്, നെക്സ്റ്റ് ഹൈ ബീം അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ അകത്ത് വരുന്ന ബഡ്ജറ്റ് ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ലോ ബീം ഹൈ ബീമിലേക്ക് നേരെ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പക്ഷേ അതിന്റെ സിസ്റ്റം ഇതാണ്: ഫസ്റ്റ് ലോ ബീം, ദെൻ ഫോഗ് ലാമ്പ്, അതിന് ശേഷമാണ് നമ്മൾ ഹൈ ബീം ചെയ്യേണ്ടത്. ഹൈ ബീം നമ്മുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിലവിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ ഹൈ ബീം. കാരണം ഹൈ ബീം ഇട്ട് ഓടിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ വളരെ കുറവാണ്. പിന്നെ ഇവിടെ വരുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞോണം ഫ്രീ ഫ്ലോയിൽ വരുമ്പോൾ വളരെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഹൈ ബീം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിലുള്ള ത്രോ ഉള്ള ലൈറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ രീതിയിൽ ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ 4300 കെൽവിൻ കളർ ടെമ്പറേച്ചർ ഉപയോഗിക്കുമ്പോൾ ഫോഗിൽ, അതുപോലെ തന്നെ ചെറിയ മഴ അല്ലെങ്കിൽ മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ള വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഉപകരിക്കുന്നുണ്ട് ഈ വാം വൈറ്റ് വരുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ റോഡിലുള്ള മറ്റുള്ളവരുടെ കാര്യം പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിലും വൈറ്റ് ലൈറ്റ് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാം, ചെറിയ നമ്മുടെ ആക്റ്റീവ പോലെയുള്ള വാഹനങ്ങൾ എതിരെ വരുമ്പോഴും നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിലിരിക്കുന്നവർക്ക്, ഈ വാഹനത്തിൽ നിന്ന് ഇരിക്കുന്നവർക്ക് ടാർ റോഡിൽ ഒരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റിൽ ഒന്നും കാണാൻ പറ്റില്ല. അതൊരു നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ പല വണ്ടികളിലും ടോപ്പ് എൻഡിലാണെങ്കിലും കാറുകളിലാണെങ്കിലും എല്ലാം വരുന്നത് വൈറ്റ് ലൈറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വാഹനങ്ങളുടെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ബെറ്റർ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ സജഷൻ ഇതാണ്: എപ്പോഴും ഒരു 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ലുക്കും കിട്ടും. അതുപോലെ തന്നെ വളരെ നല്ല ബ്രൈറ്റ്നസ്സും നല്ല വിസിബിലിറ്റിയും കിട്ടും. വിസിബിലിറ്റിയാണ് നല്ല രീതിയിൽ നമുക്ക് ആവശ്യമുള്ളത്. അല്ലാതെ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടായിട്ട് കാര്യമില്ല. കുറേ ബ്രൈറ്റ്നസ്, കുറേ വെളിച്ചം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എതിരെ വരുന്നവരെ ഹെർട്ട് ചെയ്യാത്ത രീതിയിൽ റോഡിൽ നന്നായിട്ട് വെളിച്ചം കിട്ടുക, അതാണ് നമ്മുടെ അപ്ഗ്രേഡിന്റെ ആവശ്യം. അപ്പോൾ ഈ വാഹനത്തിൽ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്നുള്ളത് നേരിട്ട് കണ്ടുബോധ്യപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിരുന്ന പജീറോ സ്പോട്ടിൻ്റെ ഹെഡ്ലൈറ്റ്. ഇത് വരുന്ന സമയത്ത് അത്യാവശ്യം ഫെയ്ഡായിട്ടുള്ള രീതിയിലാണ്. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന സമയത്ത് ആ ഫെയ്ഡിങ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ഔട്ട്സൈഡ് ഗ്ലാസ് ഓക്സിഡേറ്റഡ് ആണ്, അതായത് വെയിൽ കൊണ്ടിട്ട് വരുന്ന ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റും പൊടിയും എല്ലാം ഉണ്ട്. ചെറിയ രീതിയിൽ ഒരു നോർമൽ രീതിയിലുള്ള ഫെയ്ഡിങ് ഈ ഹെഡ്ലൈറ്റിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന 2 ഹാലജൻ ബൾബുകളാണ്. രണ്ടിൻ്റെയും കളർ ടെമ്പറേച്ചർ നല്ല വാമായിട്ടുള്ള ഇതാണ്. നോർമൽ ഹാലജൻ്റെ കളർ തന്നെയാണ് കാണുന്നത്. മോണോ ബീം പ്രൊജക്ടറും അതുപോലെ തന്നെ ഹൈ ബീമിൽ വരുന്നത് ഒരു റിഫ്ലക്ടറാണ്. ഇതിൻ്റെ ലോ ബീമിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ലോ ബീമിൽ നിന്ന് ഈ വാഹനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബീം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും ഇങ്ങനെയാണ് നമ്മുടെ ലോ ബീമും ഹൈ ബീമും രണ്ടും സെപ്പറേറ്റ് തന്നെയാണ്. ലോ ബീം എന്ന് പറയുന്ന ഒരു പെർമനൻ്റ്ലി മോണോ ബീം ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് ഹൈ ബീമിന് സെപ്പറേറ്റ് ബൾബാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ അകത്ത് നോർമൽ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷമുള്ള വ്യൂസാണ് ഇപ്പോൾ കാണുന്നത്. ഏകദേശം ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പ്രൊജക്ടർ സ്വാപ്പ് ചെയ്തു. ഹൈ ബീമിലാണെന്നുണ്ടെങ്കിൽ ഒരു LED ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോഗ് ലാമ്പിലും ഒരു LED ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റിനെ നമ്മൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ഒരു താല്പര്യപ്രകാരം ഇതിനെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി ഹെഡ്ലൈറ്റ് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം. ആദ്യം ഇതിൻ്റെ പാർക്ക് ബൾബാണ് ഓണായി വരുന്നത്. പാർക്ക് ബൾബ് നമ്മൾ നോർമൽ ബൾബ് തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു യെല്ലോ ഷെയ്ഡ് ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ആ നോർമൽ ബൾബ് കീപ്പ് ചെയ്തേക്കുന്നു. ലോ ബീം ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അത് ഓണായി വരുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അത് അതിൻ്റെ നോർമൽ കളർ ടെമ്പറേച്ചറിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഹൈ ബീമാണ്. രണ്ടിൻ്റെയും കളർ ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4300 തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വിഷ്വൽസാണ് അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് ആണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓണായി കഴിയുമ്പോൾ വരുന്നത്. ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ പെർഫോമൻസ് മാത്രമാണ്. നല്ല രീതിയിൽ ഒരു നോർമൽ ഹെഡ്ലൈറ്റ് ഓണായി കഴിഞ്ഞാൽ കിട്ടുന്ന ഏകദേശം അത്രയും തന്നെ വെളിച്ചം നമുക്ക് നമ്മുടെ ഫോഗ് ലാമ്പിൽ നിന്ന് കിട്ടുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഹൈറ്റും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. വാഹനത്തിന് ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പിൻ്റെ പൊസിഷനും പൊങ്ങിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ ഹൈറ്റിൽ നമുക്ക് ഫോഗ് ലാമ്പ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ലോ ബീമാണ് ഇപ്പോൾ ഓണായിരിക്കുന്നത്. ഇത് ഓണായി വരുന്ന സമയത്ത് ഒരു വൈറ്റ് കളർ ഷെയ്ഡ് ഉണ്ടാവും. അതിനുശേഷം ഇത് നമ്മൾ നോക്കിയാൽ കാണാം ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ കളറുമായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ കളർ മാച്ചായി വരുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റിങ്ക്യൂട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷൻ മാറി ഏകദേശം രണ്ടും കൂടെ മെർജായിട്ട് വരുന്നതായിട്ട് കാണാം. ഒറ്റ ഒരു ലൈറ്റ് പോലെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പലരോടും പറയാറുണ്ട്, ഫോഗ് ലാമ്പ് നോർമൽ ലോ ബീം ആദ്യം അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഫോഗ് ലാമ്പാണ്. അതിന് ശേഷമാണ് നമ്മൾ ഹൈ ബീമിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാഹനത്തിൽ അത് കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലോ ബീം, ഫോഗ് ലാമ്പ്. ഇപ്പോൾ ഓണായിരിക്കുന്നതിൻ്റെ ഹൈ ബീമാണ്. നമ്മുടെ ഹെല്ല G5 ബെൻസിൻ്റെ ലോഗോ പോലെ നമ്മൾ പറയാറുണ്ട്. ആ ഒരു ലോഗോ കാണാത്തത് ഇതിൻ്റെ ഹൈ ബീമിൽ സെപ്പറേറ്റ് ബൾബ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു 3600 ലക്സ് ആണ് നമ്മുടെ G5 കിട്ടുന്ന ഔട്ട്പുട്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ലോ ബീമിൽ കിട്ടുന്നത്. അതിൻ്റെ ഹൈ ബീം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു 6000 ലക്സിലേക്കാണ് കിട്ടുന്നത്. 6000 ലക്സ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കാരണം ഇവിടെ 2 ഹൈ ബീമുകളാണ്, ഒരു ഹെഡ്ലൈറ്റിൽ നിന്ന് 2 ഹൈ ബീം അല്ലെങ്കിൽ 4 ബൾബുകളാണ് അറ്റ് എ ടൈം പവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ഇൻറ്റൻസിറ്റി ചേഞ്ചും നല്ല പെർഫോമൻസും നമുക്ക് ഹൈ ബീമിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ അതൊരു 6000 ലക്സ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ആ ഒരു സ്മോക്ക് ചെയ്തതോടുകൂടി വാഹനത്തിൻ്റെ അപ്പിയറൻസ് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുണ്ട്. ആ ഒരു നല്ലൊരു അപ്പിയറൻസ് തന്നെ വാഹനത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പ്രൊജക്ടറിൻ്റെ ബ്ലൂ ഷെയ്ഡ് ഒരു വളരെ അട്രാക്റ്റീവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സാധാരണ വാഹനങ്ങളിൽ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ മാറ്റ് ബ്ലാക്കാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കാറ്. ഇവിടെ ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഗൺമെറ്റൽ ഗ്രേ എന്ന് പറയുന്ന ഒരു കളറാണ്. അത് പുറത്ത് കൊണ്ടുപോയി അടിച്ചു കൊണ്ടുവന്നാണ് നമ്മളിവിടെ. അത് ചെയ്യാറില്ല സാധാരണ. ഇതിലൊരു മാറ്റ് ഫിനിഷ് മാത്രമേ നമ്മളിവിടെ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് കസ്റ്റമർ തന്നെ പുറത്ത് കൊണ്ടുപോയി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ഗൺമെറ്റൽ ഗ്രേ ഫിനിഷ്. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫോഗ് ലാമ്പ് ഓണായി കഴിയുമ്പോൾ തന്നെ റോഡിൽ നല്ല രീതിയിൽ വെളിച്ചമാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോഗ് ലാമ്പും അതുപോലെ തന്നെ ലോ ബീമും ഹൈ ബീമും കൂടെ ഓണായി നിൽക്കുന്ന ഒരു വിഷ്വലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ലൈറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇനി വാഹനം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിൽ നല്ല രീതിയിലുള്ളൊരു കവറേജ് ലോ ബീമിനാണെങ്കിലും നമ്മുടെ ഫോഗ് ലാമ്പ് ആണെങ്കിലും കൂട്ടിയിട്ട് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ളൊരു കവറേജ്, അതായത് വാഹനത്തിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള പോർഷൻ മുതൽ ലോ ബീമിൻ്റെ ടോപ്പ് എൻഡ് വരെ ഒരേ രീതിയിലുള്ളൊരു ലൈറ്റ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ലൈറ്റാണ്. വളരെ പെർഫോമൻസ് ഉള്ള അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് തന്നെയാണ് നമുക്ക് ഹൈ ബീമിൽ കിട്ടുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, 4 ബൾബുകളാണ് അറ്റ് എ ടൈം ഓണായി വരുന്നത് ഹൈ ബീം ഇടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കവറേജും അതുപോലെ തന്നെ അതിൻ്റെ കളർ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 4300 കെൽവിനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റോഡ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ സൈഡിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ മിററിൻ്റെ താഴെ കൂടെയാണ് ഇതിൻ്റെ കട്ട് ഓഫ് പോകുന്നത്. അതായത് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണെന്നുള്ളതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കാം. കാരണം ഒരു എതിരെ വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു ഫോളോ ചെയ്യുന്ന വാഹനങ്ങളുടെ മിററിൻ്റെ താഴെയായിരിക്കണം എപ്പോഴും കട്ട് ഓഫ് വരേണ്ടത്. അപ്പോൾ അതും കൂടെ ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് പോകുന്നത്. തന്നെയല്ല, നമുക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഒന്ന് ആസ്വദിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിലും ഇത് കാണാനായിട്ട് സാധിക്കും ഈ വാഹനത്തിൽ എന്ത് ചേഞ്ചാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ജസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, വീഡിയോയിൽ കാണുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രൈവ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലൊരു വാഹനം പോകുന്നുണ്ട്, അതിൻ്റെ ഏത് ഭാഗത്താണ് നമ്മുടെ ഇതിൻ്റെ ലൈൻ പോകുന്നതെന്ന് നോക്കാം. അതായത് സൈഡ് മിററിൻ്റെ താഴെ കൂടെയാണ് നമ്മുടെ ലോ ബീമിൻ്റെ ലൈൻ പാസ് ചെയ്തത്. അതായത് വളരെ കറക്റ്റായിട്ടുള്ള അലൈൻമെൻറ്റിൽ തന്നെയാണ് നമ്മുടെ ഈ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൈ ബീം ആണെന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് ഓൺ ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എതിരെ വാഹനങ്ങളില്ലാത്തപ്പോഴും അതുപോലെ തന്നെ ഒരു വാഹനത്തിനെ ഫോളോ ചെയ്യാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് ഹൈ ബീം ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ മാത്രം വാഹനങ്ങളിലെ ലൈറ്റ് ഉപയോഗിക്കുക. കാരണം നമ്മളൊരു നോർമൽ ലൈറ്റ് അല്ല, നമ്മൾ ഹെഡ്ലൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളിലുള്ള ലൈറ്റ് മറ്റുള്ളവരുടെ കണ്ണിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നമ്മൾ ലൈറ്റ് ഉപയോഗിക്കാനായിട്ട്. ഒന്നവിടെ കെയർഫുള്ളായിട്ട്. നോർമലി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്, വളരെ മാന്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒരു അറിയില്ലാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ലോ ബീമിൻ്റെയും ഹൈ ബീമിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എല്ലായ്പ്പോഴും നോർമലി തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ലോ ബീമിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സാഹചര്യങ്ങളിൽ ഇപ്പോൾ എതിരെ വാഹനമില്ല, നമ്മളൊരു വാഹനത്തിന് ഫോളോ ചെയ്യുന്നില്ല, ഈ ഒരു സമയത്ത് നമുക്ക് ഹൈ ബീം ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന ഹൈ ബീം നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ലോ ബീമിൽ തന്നെ ഡ്രൈവ് ചെയ്യുക. സിറ്റി ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നോർമലി ഉപയോഗിക്കാവുന്ന 0-യിലാണ്. അതിനെ 1-ലേക്ക് ഇട്ട് ഓടിക്കുന്നതാണ് സിറ്റി ട്രാഫിക്കിൽ കുറച്ചുകൂടെ സേഫ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്കൊരു പുതിയ വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.